ശിവാനിക്ക് എന്താ ചോദിക്കാനുള്ളത്? ഡോക്ടർ, അത് എനിക്ക് മാത്രമല്ല നമ്മൾ ഇവർക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിലെ ഈ കഴിക്കുന്ന ഈ മരുന്ന് കഞ്ഞി അത് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഈ കർക്കിടകത്തിൽ ഇത് കഴിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇതൊരു എന്താണ് ഈ കർക്കിടക ചികിത്സയിൽ കർക്കിടകത്തിന്റെ പ്രത്യേകത എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ കർക്കിടക മാസത്തിൽ മാത്രം ഇതിങ്ങനെ കഞ്ഞി സേവ കഴിക്കണമെന്നും ഒക്കെ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഈ ഭൂമിയുടെ ഒരു വർഷത്തെ ആയുർവേദ ശാസ്ത്രപ്രകാരം ഒരു വർഷത്തെ 6 ഋതുക്കളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. അതില് ഈ ആദ്യത്തെ അപ്പൊ ഈ ഓരോ ഋതുവിലും ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഭൂമിയിലെ നമ്മുടെ എല്ലാ ജീവജാലങ്ങളെയും അത് ബാധിക്കും. അതുപോലെ മനുഷ്യനെയും ഈ കാലാവസ്ഥാ വ്യതിയാനം പല വിധത്തിലും നമുക്ക് എഫക്റ്റ് ചെയ്യും. ആദ്യത്തെ 3 ഋതുക്കളായ ശിശിരം, വസന്തം, ഗ്രീഷ്മം എന്ന് പറയുന്ന 3 ഋതുക്കള് നമുക്ക് നമ്മുടെ ശക്തിയെ ക്ഷയിപ്പിക്കുന്ന ഋതുക്കളാണ്. അതായത് ആദാനകാലം എന്ന് പറയുന്നത് നമ്മുടെ ശക്തി കുറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും ഈ ഋതുക്കള്. ഈ സമയത്ത് നമ്മുടെ സൂര്യൻ ഭൂമിയുടെ മധ്യരേഖയിലോട്ട്, അതായത് വടക്കോട്ടായിരിക്കും പ്രയാണം ചെയ്യണത്. അതായത് ഈ സമയത്ത് നമുക്ക് ഉത്തരോത്തരം ചൂട് കൂടി വരികയും അതിന് ഉത്തരായണം എന്ന് പറയും. അപ്പൊ ഈ ഗ്രീഷ്മ ഋതുവിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ഗ്രീഷ്മ ഋതു കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഋതു എന്ന് പറയുന്നത് വർഷ ഋതുവാണ്. അപ്പൊ ഈ പെട്ടെന്ന് ഈ കൊടും ചൂടിൽ നിന്ന് പെട്ടെന്ന് നമ്മള് തണുപ്പിലേക്ക് വരികയാണ്. അതായത് വർഷ ഋതു ആരംഭിക്കുകയാണ്. ആ വർഷ ഋതു എന്ന് പറയുന്നത് ശരിക്കും കാലാവസ്ഥാപരമായിട്ട് ഈ വർഷം, ശിശിരം, ഹേമന്തം എന്ന് പറയുന്ന 3 ഋതുക്കള് ശരിക്കും ശരീരത്തിന് ബലത്തെ തരുന്ന കാലമാണ്. മറ്റേ 3 ഋതുക്കള് ശക്തിയെ ക്ഷയിപ്പിക്കുന്നതും ഈ 3 ഋതുക്കള് ശരീരത്തിന് ബലത്തെ തരുന്ന ഒരു കാലമാണ്. അതിന് വിസർഗകാലം എന്ന് പറയും ആയുർവേദപരമായിട്ട്. അപ്പൊ പക്ഷേ ഈ പെട്ടെന്ന് ഉള്ള കൊടും ചൂടിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് കാറ്റും മഴയും വർഷവും ത്തിലേക്ക് വരുന്നോട് കൂടിയിട്ട് നമ്മുടെ ഭൂമിയും ജലവും വായുവും എല്ലാം പെട്ടെന്ന് ദുഷിക്കുകയും മലിനമാവുകയും ചെയ്യും. അതോടുകൂടി പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങള്, പകർച്ചപ്പനികള്, പല വൈറസ് രോഗങ്ങൾ ഇതെല്ലാം തന്നെ സംഭവിക്കും. അപ്പൊ നമ്മുടെ മനുഷ്യരിൽ ഇതെന്താ സംഭവിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളും ഈ ഋതുവില് ശരിക്കും ബലത്തെ തരുന്ന ഋതുക്കളാണെങ്കിലും ഒരു കുറച്ച് കാലയളവ് സമയത്ത് നമുക്ക് ഇതൊന്നും നമുക്ക് ഉണ്ടാവുകയില്ല. ഈ ഒരു ചെറിയൊരു കുറച്ച് സമയം നമ്മുടെ ശരീരം ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളുകയില്ല. കുറച്ച് സമയം എടുത്തിട്ട് നമുക്ക് ഈ ഒരു ആരോഗ്യസ്ഥിതി കിട്ടുകയുള്ളൂ. ആ സമയത്ത് ഇതിങ്ങനെ പെട്ടെന്ന് ശരീരം തണുക്കുകയും ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അതായത് നമ്മുടെ പ്രതിരോധ ശേഷി നശിക്കുകയും നമ്മുടെ ശരീരബലം കുറയുകയും, പ്രത്യേകിച്ച് നമ്മുടെ അഗ്നിമാന്ദ്യം, ആയുർവേദത്തിൽ അഗ്നിമാന്ദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹനശക്തി കുറയുക. നമുക്ക് ദഹനശക്തി കുറയുമ്പോൾ തന്നെ നമുക്ക് പല വിധത്തിലുള്ള പനികൾ, അങ്ങനെയുള്ള അസുഖങ്ങൾ. ആയുർവേദ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളെ അഗ്നിബലത്തെ അനുസരിച്ചാണ് എല്ലാ രോഗവും നമ്മുടെ വയറിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ അഗ്നിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ശാസ്ത്രമാണ്, അതായത് ദഹന വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രധാനമുള്ള ഒരു ശാസ്ത്രമാണ് ആയുർവേദം എന്ന് പറയുന്നത്. അത് നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സ തന്നെ നിശ്ചയിക്കുന്നത്. അപ്പൊ ഈ അഗ്നിബലം ഇവിടെ വല്ലാതെ കുറയും. ഇപ്പൊ ഈ ഒരു കുറച്ച് പീരീഡ് ഈ ഒരു സമയം എന്ന് പറയുന്നതാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അതായത് ഗ്രീഷ്മ ഋതുവിൽ നിന്ന് വർഷ ഋതുവിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് സമയത്തേക്ക് നമുക്ക് നമ്മുടെ പ്രതിരോധശേഷിയും ശരീരബലവും എല്ലാം കുറയുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പൊ അപ്പൊ ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ പല വിധത്തിലുള്ള ഔഷധ സേവകളും ട്രീറ്റ്മെന്റുകളും എല്ലാം ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, ഇത് പണ്ട് തൊട്ടുള്ള നമ്മുടെ കേരളത്തിൽ അനുഷ്ഠിച്ചു പോരുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, പണ്ട് ഉള്ള ആൾക്കാർ പഞ്ഞക്കർക്കിടക മാസം എന്നാണ് പറയുന്നത്. പണ്ട് ജോലിയും വരുമാനവും ഒന്നും ഇല്ലാത്ത സമയത്ത് ഇവർക്ക് അസുഖം കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വല്ലാതെ കഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ പഴമക്കാർ നമ്മുടെ തൊടിയിലും പറമ്പിലും ഉള്ള ഔഷധ സസ്യങ്ങൾ, പല വിധത്തിലുള്ള ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഔഷധ കഞ്ഞിയും ഒക്കെ ഉണ്ടാക്കി കഴിച്ച് അവർ പ്രതിരോധശേഷി
വീണ്ടെടുക്കും. അത് മാത്രമല്ല, ഈ കർക്കിടകം കഴിഞ്ഞ് വരുന്ന ചിങ്ങം എന്ന് പറയുന്നത് പുതിയ വർഷത്തിലേക്കുള്ള ആരോഗ്യവും കൂടി സംരക്ഷിക്കുക എന്നുള്ളൊരു ഒരു കർമ്മം കൂടി ഇതിനകത്തുണ്ട്. അടുത്ത